നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെ ആളുമാറി നടത്തിയ അതിക്രമത്തിലൂടെ വാർത്തയിൽ ഇടം നേടുകയും സസ്പെൻഷൻ ഏറ്റുവാങ്ങുകയും ചെയ്ത SI ജിനുവിനെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു 18-കാരൻ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് കറക്കിയെടുത്ത് നിലത്തടിച്ചത്. കേസിലെ പ്രതിയായ 18-കാരനെ പോലീസിനെ കയ്യേറ്റം ചെയ്തു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ വിഷയമുണ്ടായപ്പോൾ അതിന് പിന്നാലെ അത് ചർച്ചയായി മാറുകയാണ് ചെയ്തത്. അന്ന് കേസുണ്ടായിരുന്നത് ബസ് സ്റ്റാൻഡിൽ ബഹളമുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞെത്തിയ പോലീസ് സംഘത്തെ 18-കാരൻ മർദ്ദിച്ചു എന്നതാണ്. കഴുത്തിന് പിടിച്ച് തള്ളി വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമത്തിനിടയിൽ SIയെ വാരി 18-കാരൻ നിലത്തടിച്ചു എന്നുള്ളതാണ് കേസ്. എന്നാൽ മനഃപൂർവ്വം 18-കാരനോട് പകപോക്കിയതാണോ ഈ SI എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കാരണം അടൂരിൽ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സംഘത്തിന് നേരെയാണ് ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ഈ പോലീസിൻ്റെ അക്രമം വലിയ വാർത്തയായി മാറിയത്. അപ്പോഴാണ് SI ജിനുവിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപുള്ള ഈ ഒരു വാർത്തയും ചർച്ചയായി മാറിയത്. കഴിഞ്ഞ ദിവസത്തെ പോലീസ് മർദ്ദനത്തിൽ യുവതിക്കും ഭർത്താവിനും സഹോദരനും അടക്കം പരിക്ക് സംഭവിച്ചു. SI അടക്കം 3 പോലീസുകാർക്കെതിരെ കേസെടുത്തു, സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആദ്യം സ്ഥാനമാറ്റമായിരുന്നു. പോലീസ് പറയുന്നത് സമീപത്തെ ബാറിൽ നിന്ന് കിട്ടിയ പരാതി അനുസരിച്ച് ഒരു സംഘത്തെ അന്വേഷിച്ചെത്തി ഇവരെ ആളുമാറി മർദ്ദിച്ചതാണെന്നാണ്. ബാർ സമയം കഴിഞ്ഞ് ചിലർ മദ്യം ചോദിച്ചു. കണ്ണാടി വാതിൽ തട്ടിയപ്പോൾ സഹായത്തിന് പോലീസിനെ വിളിച്ചുവെന്ന് ബാർ ജീവനക്കാർ പറയുന്നു. അതനുസരിച്ചെത്തിയ പോലീസാകട്ടെ യുവതി അടക്കമുള്ള സംഘത്തെ യാതൊരുവിധ പ്രകോപനമില്ലാതെ, എന്നാൽ ചോദിച്ച് മനസ്സിലാക്കുക പോലും ചെയ്യാതെ ആളുമാറി മർദ്ദനം നടത്തുകയായിരുന്നു. പത്തനംതിട്ട DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റ സിത്താരയുടെ മൊഴി രേഖപ്പെടുത്തി SI അടക്കമുള്ളവർക്കെതിരെ പ്രതിപട്ടിക തയ്യാറാക്കി കേസെടുത്തു. പിറകെ SI ജിനുവിന് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലമാറ്റവും കിട്ടി. വൈകിട്ടോടെ 3 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. പോലീസുകാരെ സഹായിക്കുന്ന തരത്തിലുള്ള FIR ഇടുന്ന രീതി സംസ്ഥാനത്ത് ആകമാനമുണ്ടെന്നുള്ള ആക്ഷേപം ശക്തമാണ്. അതുപോലെ തന്നെയാണ് ഇത്തവണയും ഈ വിഷയത്തിലും ഉയർത്തിയിരിക്കുന്നത്. മാരകമായ പരിക്കുണ്ടായിട്ട് പോലും വധശ്രമം അടക്കമുള്ള വകുപ്പ് പോലീസുകാർക്കെതിരെ ചുമത്തിയില്ല. അതെന്തുകൊണ്ട്? പോലീസുകാർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. ഇതിൽ ശക്തമായ പ്രതിഷേധം ഓരോ ഭാഗത്തും ഉയർന്നു കേൾക്കുന്നുമുണ്ട്. നരനായാട്ടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തിയാൽ അതിനെ ശക്തമായി ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ അക്രമ സ്വഭാവമുള്ള, ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ വെച്ചു പൊറുപ്പിക്കരുത് എന്നുള്ള ആവശ്യവും ശക്തമായിരുന്നു. പരിക്കേറ്റവരെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഈ പോലീസുകാർ തയ്യാറായില്ല എന്നുള്ളത് മറ്റൊരാക്ഷേപവും. സ്വന്തം വാഹനത്തിൽ ജനലാശുപത്രിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു. സിത്താരയുടെ തോളലിലാണ് പരിക്കേറ്റത്. ശ്രീജിത്തിന്റെ തലയ്ക്ക് പരുത്തുണ്ട്. ഷിജിന് ദേഹമാസകലം അടിയേറ്റു. ഓടടാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അടി. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നു. പോലീസ് ഇതിനെ നിസ്സാരമായി തന്നെയാണ് നോക്കിക്കണ്ടത്. പക്ഷേ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് പോലീസ് പ്രതിക്കൂട്ടിലായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.